ഹലോ മക്കളെ, നമ്മുടെ കൂട്ടത്തിൽ ഒരു വലിയ കൂട്ടം ആളുകളുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. അതൊരു പക്ഷേ റിപ്പീറ്റർ ആയിരിക്കാം, +2ന്റെ കൂടെ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്ത ഒരാളായിരിക്കാം. നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തെ കഠോരമായ പ്രിപ്പറേഷന് ശേഷവും നമ്മൾക്ക് വേണ്ടത്ര മാർക്ക് കിട്ടുന്നില്ല, നമ്മൾ വേണ്ടത്ര ഉയരങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന് തോന്നുന്ന ആളുകളായിരിക്കാം. ഒരുപാട് നിരാശയിൽ പെട്ടുപോയ ആളുകളായിരിക്കാം. ചില സമയങ്ങളിൽ നമ്മൾ ഉഴപ്പിയത് കൊണ്ടാവാം, നമ്മൾ വേണ്ടത്ര ശ്രദ്ധ വെച്ച് പുലർത്താതെ നമ്മൾ കുറച്ച് കളികളിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ശ്രദ്ധ പോയ ആളുകളുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഇടയിലുള്ള കുറച്ച് ആളുകൾ ചില കാര്യങ്ങൾ എത്ര കഠിനമായിട്ട് പരിശ്രമിച്ചിട്ട് മനസ്സിലാക്കാത്ത ചില പാഠങ്ങൾ, ചില സാധനങ്ങളൊക്കെ വരുന്നത് കൊണ്ട് മാത്രം മാർക്ക് കുറഞ്ഞു പോകുന്ന ആളുകളുണ്ടാവും. ഒന്ന് റിവേഴ്സ് ചെയ്തിട്ട് നമ്മൾ ഇതുവരെ കടന്നുപോയ സമയം മൊത്തം ഒന്ന് ബാക്ക്വേർഡ് അടിച്ചിട്ട് എല്ലാം സീറോയിലാക്കി ആദ്യം മുതൽ ഒരു പ്രാവശ്യം കൂടി തുടങ്ങണം. എല്ലാം ആദ്യം മുതലേ തുടങ്ങുകയാണെങ്കിൽ എനിക്ക് നല്ല ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അതിനുള്ളൊരു സാധ്യതയുണ്ട്. ഞാൻ ഒരിക്കലും ഇവിടെ പറയാൻ പോകുന്നത് ഡോപ്പയുടെ ഒരു പ്രത്യേക കോഴ്സിനെ പറ്റിയിട്ടല്ല, നമ്മളിപ്പോൾ തുടങ്ങുന്ന ഒരു യൂട്യൂബ് ലൈവ് സീരീസിനെ പറ്റിയിട്ടോ ക്ലാസ്സിനെ പറ്റിയിട്ടോ ഒരു എക്സാം സീരീസിനെ പറ്റിയിട്ടോ അല്ല പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മുന്നിലുള്ള 30 ദിവസത്തിനെ പറ്റിയിട്ടാണ്. ആ 30 ദിവസം നിങ്ങളുടെ വീട്ടിലിരുന്ന് ചെയ്യുന്ന റിവിഷനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ മെമ്മറി, നമ്മുടെ ഓർമ്മശക്തി അത് നിലനിൽക്കുന്നത് നമ്മുടെ റിവിഷനെ ബേസ് ചെയ്തിട്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ എത്രത്തോളം റിവൈസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഓർമ്മ ഉണ്ടാവും എന്നുള്ളതാണ്. അതിൽ ആർക്കും സംശയമില്ലല്ലോ അല്ലേ? സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഇന്ന് പഠിച്ച കാര്യമായിരിക്കും ഏറ്റവും കൂടുതൽ ഓർമ്മ ഉണ്ടാവുക. ഇന്നലെ പഠിച്ച കാര്യം കുറച്ചുകൂടി ഓർമ്മയുണ്ടാവും. മിനിഞ്ഞാന്ന്, നാളെ നാൾ, അതിന്റെ തലേ ദിവസം, കഴിഞ്ഞ ആഴ്ച, അങ്ങനെ പോകുന്നതോറും നമ്മുടെ ഓർമ്മശക്തി കുറഞ്ഞ് ഒട്ടും ഇല്ലാത്ത രൂപത്തിലേക്ക് ആയി വരിക തന്നെ ചെയ്യും. നമ്മളിപ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നീറ്റ് എക്സാമിന്റെ അന്ന് രാവിലെ ജൂലൈ 17-ാം തീയതി അന്ന് രാവിലെ റിവൈസ് ചെയ്യുന്ന കാര്യങ്ങളും തൊട്ട് തലേ ദിവസം റിവൈസ് ചെയ്യുന്ന കാര്യങ്ങളും മാത്രമായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മശക്തിയിൽ ഉണ്ടാവുക. സോ അങ്ങനെയാണെങ്കിൽ അന്നൊരു ദിവസത്തേക്ക് അല്ലെങ്കിൽ അതിന് മുന്നേയുള്ള ഒരു 24 മണിക്കൂറിൽ ഒരു 10-14 മണിക്കൂറിനുള്ളിൽ നമ്മുടെ നീറ്റിനുള്ള 96 ചാപ്റ്ററും നിങ്ങളെ കൊണ്ട് റിവൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും? തീർച്ചയായിട്ടും അല്ലേ, നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഒരു സംശയവും വേണ്ട, യാതൊരു സംശയവും വേണ്ട. ആ തലേ ദിവസം, അതായത് നീറ്റിന്റെ തലേ ദിവസം ജൂലൈ 15, ജൂലൈ 16 അല്ലെങ്കിൽ ജൂലൈ 17 അന്ന് മോർണിംഗ് സമയം, ഈ സമയങ്ങളിൽ കൂടി മാത്രം നമ്മുടെ 96 ചാപ്റ്ററും റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നീറ്റിന് നിങ്ങൾക്ക് അറിയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് കിട്ടുക തന്നെ ചെയ്യും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസ സമയത്തിനുള്ളിൽ എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്യാൻ പാത്രം നമ്മൾ റെഡി ആവുക. അതാണ് നിങ്ങളെ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ. അതിനെങ്ങനെ ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം മക്കളെ. ഇനി മുതലുള്ള 1, 2, 3 ആഴ്ചകളിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റിവിഷൻ ആണ്. സോ പ്രയോറിറ്റി നമ്പർ 1 ഫാസ്റ്റ് റിവിഷൻ. അതായത് ഓരോ ദിവസവും 15 മുതൽ 20 ചാപ്റ്റർ വരെ റിവൈസ് ചെയ്ത് മുന്നോട്ട് പോവുക. സോ അങ്ങനെ നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3-ാമത്തെ ആഴ്ചയിൽ നിങ്ങൾക്ക് ഈ 15 മുതൽ 20 വരെ എന്നുള്ളത് 30 ചാപ്റ്റർ വരെ റിവൈസ് ചെയ്യാനും അടുത്ത ഒരാഴ്ചയിലേക്ക് ഒരു 45 ചാപ്റ്റർ ഒരു ദിവസം റിവൈസ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ, ആൻഡ് ആരെങ്കിലും ഒരാൾ നീറ്റ് എക്സാമിന് മുന്നേയുള്ള ലാസ്റ്റിലത്തെ 5 ദിവസം 6 ദിവസം സമയത്ത് ഒരു ദിവസം +1 മുഴുവൻ, അടുത്ത ദിവസം +2 മുഴുവൻ, ഒരു ദിവസം +1 മുഴുവൻ, +2 മുഴുവൻ, ആ ഒരു രൂപത്തിലേക്ക് റിവൈസ് ചെയ്യുകയാണെങ്കിൽ, നീറ്റ് എക്സാമിന്റെ തലേന്ന് ജൂലൈ 16-ാം തീയതി ഒരു ദിവസം കൊണ്ട് +1ഉം +2ഉം ഒരുമിച്ച് റിവൈസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ മെമ്മറി, അവരുടെ ഓറിയന്റേഷൻ, അവരുടെ ക്വസ്റ്റ്യനെ കാണാനുള്ള വ്യാപ്തി, അവരുടെ ബുദ്ധിശക്തി, ഓർമ്മശക്തി അതെല്ലാം വളരെ ടോപ്പ് ലെവലിലായിരിക്കും ഉണ്ടാവുക. സോ ആ ഒരു നിലയിലാണെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് അറിയില്ലാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾ പഠിക്കാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ പോകാതെ എല്ലാം കൂടി ചേർത്ത് ഫാസ്റ്റ് ആയിട്ട് റിവൈസ് ചെയ്യുന്ന ഒരു മോഡിലേക്ക് നിങ്ങൾക്കൊന്ന് ശ്രമിച്ചുകൂടെ? ആ ഒരു കാര്യത്തിൽ നിങ്ങളും ഇപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ടോപ്പറും ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ ടോപ്പ് മാർക്ക് വാങ്ങുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഓരോ ദിവസം ഓരോ ചാപ്റ്റർ, അടുത്ത ദിവസം അടുത്ത ചാപ്റ്റർ, അടുത്ത ദിവസം അടുത്ത ചാപ്റ്റർ എന്നുള്ള നിലയിൽ സ്ലോ ആയിട്ട് പഠിച്ചു പോകുന്ന ഒരു ടോപ്പർ നീറ്റ് എക്സാമിന്റെ അന്ന് ഫെയിൽ ആവാനുള്ള സാധ്യതകൾ ഒരുപാടാണ്. അപ്പോൾ ടോപ്പർ ആയിരുന്നാലും ഏറ്റവും ഒടുവിൽ വരുന്ന ആളായിരുന്നാലും നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം ഇതാണ്: വളരെ ഫാസ്റ്റ് ആയിട്ട് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാൻ പഠിക്കുക. ഒരു ദിവസം ചുരുങ്ങിയത് 15 ചാപ്റ്ററെങ്കിലും റിവൈസ് ചെയ്യാം. ഒറ്റയടിക്ക് ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ചോദിക്കുന്നുണ്ടോ, സാറേ ഒരു ദിവസം 2 ചാപ്റ്റർ നോക്കി തീരാത്ത ഞാൻ എങ്ങനെയാണ് 15 ചാപ്റ്റർ നോക്കാന്നല്ലേ? അതിനാണ് ഡോപ്പയിൽ മാരത്തൺ എക്സാം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡോപ്പ മിന്നൽ മാരത്തൺ എക്സാമിന്റെ യൂട്യൂബ് വീഡിയോ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഓരോ 3 മണിക്കൂറുകൾ കൊണ്ട് 3 ചാപ്റ്റർ വെച്ച് റിവൈസ് ചെയ്തിട്ട് ഓരോ ദിവസവും 15 മുതൽ 20 ചാപ്റ്റേഴ്സ് വരെ നിങ്ങളെ കൊണ്ട് റിവൈസ് ചെയ്യിപ്പിച്ച് തീർത്ത് ഒരൊറ്റ ദിവസം കൊണ്ട് +1 മുഴുവൻ റിവൈസ് ചെയ്യിപ്പിച്ച് തീർത്ത് ഒരൊറ്റ ദിവസം കൊണ്ട് +2 മുഴുവൻ റിവൈസ് ചെയ്യിപ്പിച്ച് ഒരു ദിവസം കൊണ്ട് +1ഉം +2ഉം ഒരുമിച്ച് റിവൈസ് ചെയ്യുന്ന രൂപത്തിലേക്ക് നമ്മൾ 2 ആഴ്ച കൊണ്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് നിങ്ങളെ എത്തിക്കുന്നുണ്ട്. അതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ എക്സാം സീരീസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പൈസയോ വേറെ കാര്യങ്ങളോ ഒന്നും
മുടക്കണ്ട. ആ മിന്നൽ മാരത്തന്റെ എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. സോ ആ ഒരു രൂപത്തിൽ വന്ന് നമ്മുടെ എക്സാം സീരീസിന്റെ ഉള്ളിലൂടെ കടന്ന് വന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ദിവസം 30 ചാപ്റ്റർ റിവൈസ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ഫാക്ടേ ആവില്ല. സോ ആ ഒരു സ്പീഡ് നമ്മൾ അക്വയർ ചെയ്യലാണ് ഈ കാര്യം. ആൻഡ് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞോട്ടെ, ഇതുവരെ നമ്മൾ എന്ത് പഠിച്ചു, ഇതുവരെ നമ്മൾ എന്ത് ചെയ്തു, ഇതുവരെ നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്നും ഒരിക്കലും ഒരു ഫാക്റ്റായിട്ട് മാറില്ല മക്കളെ, ഉറപ്പിച്ചോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇനി എത്ര ഫാസ്റ്റായി നിങ്ങൾ റിവൈസ് ചെയ്യുന്നു. ആൻഡ് ജൂലൈ 16-ാം തീയതി ജൂലൈ 15-ാം തീയതി ആഫ്റ്റർനൂൺ മുതലുള്ള സമയം കൊണ്ട് നിങ്ങൾക്ക് നീറ്റിനുള്ള 96 ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമായിരിക്കും നിങ്ങളുടെ വിജയത്തെ നിശ്ചയിക്കുക. അതല്ലാതെ കഴിഞ്ഞ വർഷം ഞാൻ ഉഴപ്പിപ്പോയി, കഴിഞ്ഞ വർഷം ഞാൻ പഠിച്ചില്ല, റേ ഒപ്റ്റിക്സ് എനിക്കറിയില്ല, റൊട്ടേഷണൽ മോഷൻ എനിക്കറിയില്ല, അതൊന്നും ഒരു ഫാക്ടറേ ആവില്ല. നിങ്ങൾക്ക് ഫാസ്റ്റായി റിവൈസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് കിട്ടും. സോ ഇതുവരെ തല താഴ്ത്തി മടിച്ച് എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന എല്ലാവരും തല ഉയർത്തിക്കോളൂ, ഉഷാറായിട്ട് ഓടാൻ തയ്യാറായിക്കോളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സെക്കൻഡ് ചാൻസ് ആണ്, നിങ്ങളുടെ രണ്ടാം ജന്മമാണെന്ന് വിചാരിക്കുക. സോ അതിലേക്ക് വേണ്ടി ഉഷാറായി പഠിക്കുക, വളരെ ഫാസ്റ്റായിട്ട് റിവൈസ് ചെയ്യുക. ഡോപ്പ നിങ്ങളുടെ കൂടെ ഉണ്ട്, എന്തൊരു ആവശ്യത്തിന് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതേപോലത്തെ ഒരു ഫാസ്റ്റ് റിവിഷൻ ഷെഡ്യൂൾ കിട്ടണമെങ്കിൽ ജസ്റ്റ് താഴെയുള്ള ലിങ്കിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി, ഇവിടെയുള്ള നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി. നമ്മൾ റിവിഷൻ ഷെഡ്യൂൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കി തരാം. അടിപൊളിയായിട്ട് പഠിച്ചോളൂ, ഉഷാറാക്കി പഠിച്ചോളൂ. എല്ലാത്തിനും നമ്മൾ കൂടെ ഉണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നീറ്റ് കിട്ടും.